എത്ര ശരി ശരി ശരി. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു കുട്ടി വ്ളോഗാണ്. അമ്മയുടെ ചേച്ചിയുടെ പിറന്നാളാണ് നാളെ. അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം ശരത്തേനും വൈഷും സ്ഥലത്തില്ലാത്ത കാരണം നമ്മൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ശരത്തേട്ടനും ഇല്ല. ശരത്തേട്ടൻ കുറച്ച് തിരക്കായ കാരണം സ്ഥലത്തില്ല. അപ്പം നമ്മൾ വൈഷുവിനെയും കൂട്ടിയിട്ടാണ് തൃശ്ശൂർ പോണത്. ശരത്തേട്ടൻ ഇല്ലാത്ത കാരണം അമ്മയും അച്ഛനും ഞാനും വൈഷു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗ് ആവട്ടെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. റെഡിയായി. എങ്ങനെയുണ്ട് ഡ്രസ്സ്? ഇത് ഇവിടുത്തെ അമ്മ സെലക്ട് ചെയ്തെന്ന ഡ്രസ്സാണ്. മദർ ഇൻ ലോ സെലക്ഷൻ. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അമ്മയും അച്ഛനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം ചായ കുടിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വ്ളോഗ്. ഉണ്ട് ഇതിട്ടോ ഓപ്പോളെ വീട്ടിലേക്ക് അമ്മയുടെ ചേച്ചി. എത്ര വയസ്സാണ്? 80ാം പിറന്നാൾ. 80ാം പിറന്നാൾ. അപ്പോൾ അച്ഛൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. വൈഷു പോസ്റ്റ് ഇടുന്നതിന്റെ തിരക്കിലാണ്. ഏതോ പുതിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് സ്റ്റോറി ഇടാൻ. ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് ഇട്ടോളൂ. നന്നായിട്ടുണ്ട്. അയ്യോ, പോപ്പോൾക്കൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, വിശക്കുന്നുണ്ട്. സൂപ്പർ. ഈശാനി ചെറുതല്ലേ? എന്റെ പേരെന്താ? അർഷികയാണ് ഇന്ന് കേക്ക് മുറിക്കണത്. ഓക്കെ ആണോ? പക്ഷെ പല്ലില്ല കേട്ടോ. അർഷികയുടെ പല്ല് എവിടെ പോയി? പല്ല് കള്ള കൊണ്ടുപോയി. ഈ ചേട്ടന്റെ പല്ല് നോക്കി നോക്കി ഇന്ന് എങ്ങനെ കേട്ടോ? അതെങ്ങനെയുണ്ട്? അതൊക്കെയാണോ? ഇടട്ടെ? ആൾക്കാര് ബ്രൈറ്റ് വരും ഇപ്പൊ ചോദിക്കാ. നമുക്ക് ബ്രൈറ്റിനെ ഞങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. കൊടുക്കുവോ? ആയിട്ടില്ല, ഞങ്ങൾ പോവാൻ നേരത്തെ. ആദ്യ ഗിൽറ്റാടാ. ഇയാണിപ്പോ ബ്രൈറ്റ്. കേക്ക് മുറിക്കണ്ട കുഞ്ഞു? സ്വാഗതം. ആ, കേക്ക് മുറിക്കണത്. ഒരു പാട്ട് പാടുള്ളൂ. പാട്ട് പാടാൻ അറിയില്ലേ? പക്ഷെ പാടില്ല. അല്ലെങ്കിൽ ഞാൻ പാടാം. എന്നാ പാടിക്കോ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിന്നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായ. ചേച്ചിക്ക് ക്ഷയിക്കാണ്ട് എടുത്തോ. സൂപ്പർ പറയും. സൂപ്പർ സൂപ്പർ. കൂട്ടിന് കത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ. കുഞ്ഞു വിശന്ന് കരയില്ലേ? അല്ല, കുഞ്ഞു വിശന്ന് കരയില്ലേ? ആ, ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കി പറ്റിച്ചേ. അർഷിക. ഇഷാനിക്കുട്ടിയാണ്. അയ്യോ, ഇഷാനിക്കുട്ടി വീണു ഗൈസ്. ഇഷാനിക്കുട്ടി വീണു. അയ്യോ, കുഴിക്ക് വീണു. പോന്നത് ആ, കളിക്കുന്ന സ്ഥലം കാണാനാണ് അല്ലേ? ഇഷാനിക്കുട്ടി എവിടെ കേറിയിരിക്കുന്നത്? ഒക്കത്ത് കേറിയിരിക്കുകയാണ്. എവിടെ? തറവാടിന്റെ അടുത്താണോ? ഓടുന്നു ഗൈസ്. ഇതൊക്കെ ആരുടെ പൂക്കളാ?
യെല്ലോ യെല്ലോ കിറങ്ങ് കിറങ്ങിക്കോ. പിടിച്ചോ. രണ്ടെണ്ണം ഡ്രസ് അടിപൊളിയായിണ്ട്. ചേച്ചിയല്ല മേമയാണ്. മേമ വിളിക്ക്. അതാക്കണോ വലിയ ചാച്ച അല്ല ചെറിയ ചാച്ച വിളിക്ക്. ഞങ്ങൾ കാണാൻ ഇത്ര എങ്ങാന്നുള്ളൂ. പ്രായണ്ടടി. ഉടുപ്പ് മേടിച്ചോ നിഷാനി? കണ്ടറ അടിപൊളിയായിണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കൊണ്ടുപോയാലോ വൈശു? നമുക്ക് ഇഷാനീനെ കൊണ്ടുപോവാ. ആ കാറിന്റെ ഡിക്കിയിലിട്ടാ. ഇതാരെ വീട് ഇഷാനി? എനിക്കറിയോ? ഞങ്ങൾക്കറിയില്ലല്ലോ റയാനെ. നാളെ ആഘോഷല്ലേ? നാളെ ഫംഗ്ഷൻ. മക്കള് നാളെ ബിരിയാണി കഴിക്കണ്ടേ? ബിരിയാണി നാളെ അമ്പലത്തിൽ പോയോ? നാളെ വരാൻ പറഞ്ഞ അമ്പലത്തിൽ പോയി ഞാൻ. അതെയോ? അമ്പലത്തിൽ പോയി. ആ വണ്ടി ഇട്ടൂലേ അമ്പലത്തിൽ പോയി പോകുമ്പോ ചെയ്യാം. അമ്മ എപ്പോഴും നിക്കൂ നോക്കട്ടെ, ഒരു ഫോട്ടോ എടുക്കാം. അപ്പൊ എന്നോട് പറയണേ, അമ്മ എന്താ വെച്ചാല് അമ്മോട് സ്വർണ്ണമാണ് 1.5 കടവള കൊണ്ടുപോയിട്ട് ഞാൻ മാറ്റിയിട്ടതാണ്. അച്ഛൻ ഞാൻ പറഞ്ഞു എന്തിനാ അതൊക്കെ ചെയ്തേ ചോദിച്ചു. അമ്മ അടിപൊളി. ഗുഡ്. ഇങ്ങനെയൊക്കെ കാണിച്ചോ? ഈ പഠിച്ചോട്ടോ അതൊക്കെ? ഞങ്ങളിവിടെ തളിക്കുളത്താണ് ഇപ്പൊ ഉള്ളത്. അതെ, അപ്പൊ തളിക്കുളത്തില് ചേച്ചിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ പിറന്നാളായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അവിടെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി ഞങ്ങൾ അവിടെ ചെറിയൊരു കുളം ഉണ്ട്. തളിക്കുളത്തിൽ വന്നിട്ട് ഒരു കുളം കാണാനുള്ള യാത്രയാണ്. വരൂ വൈശു. കുളമാണിത്. പക്ഷെ അവിടെയൊക്കെ വെള്ളമൊന്നും കാണാനില്ല. അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. വെള്ളം കുറച്ച് ഗ്യാപ്പായിട്ട് കാണാൻ കുട്ടികളൊക്കെ അറിയാതെ വെള്ളം വെള്ളമുണ്ട്. കരാട്ട. ഇതാണ് അജിസുന്ദരി. അജിസുന്ദരിയാണോ? അജിസുന്ദരി ഇതൊരു മുതലാണ്. നീ ഇവിടുന്നാണല്ലോ കുളിക്കല് പറഞ്ഞു. ആണോ? ആണ്. ഈ അവിടുന്ന് തന്നെ കുളിക്കല്. ഇഷാനി ആ കുളത്തിലാണോ കുളിക്കല്? മുതലുണ്ട്. ചാച്ചട കുട്ടികളാണല്ലേ? മുതലുണ്ട്. അവിടെ മുതലുണ്ട്. ഇപ്പൊ നിക്കണില്ല. അതെന്തുട്ട കാരണം? മുതലുണ്ട്. വെള്ളം കൂടിയാ? മുതലുണ്ടോ? രാജാവോ? എവിടെ? മുതൽ പിടിക്കും. ഫോട്ടോ എടുക്കാലോ. നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്ക് എന്നും ഉണ്ടാവും. കരയാൻ പാടില്ല കേട്ടോ. കരയരുത്. സന്തോഷം. അതെ അങ്ങോട്ട് വന്നൊന്നും കഴിയണ്ട. ആരാ മുറിക്കുന്നത്? കഴിച്ചോ. Happy birthday to you. Happy birthday to you. പേരിനില്ലേ? എന്തൊക്കെ നല്ല നിലക്ക് നിൽക്കുക.
ടയർഡായി. ഇനി നമ്മൾ മാത്രമുള്ള ഫുഡ് കഴിക്കാം. നമ്മളെല്ലാവർക്കും വിളമ്പി കൊടുത്തു. സേവനം നമ്മൾ ആദ്യത്തെ പന്തിയിൽ ഇരിക്കാറാണ് പതിവ്. പക്ഷെ ഇന്ന് നമുക്ക് വിശപ്പില്ല. നമ്മളൊരു ക്രീം ബന്ന് കാർന്ന് കഴിച്ചോണ്ട് അപ്പൊ എല്ലാവരും കഴിക്കേണ്ടത് കഴിഞ്ഞിട്ട് ഞാനും വൈഷും എഴുത്തിയമ്മയും കൂട്ടി കഴിക്കാം. ഹായ് പറ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ്. കുഞ്ഞു ഇറങ്ങാം. ബായ് പറ. ബായ് പറ. ബായ് ബായ് പറ. നമുക്കപ്പോ വീഡിയോയിലേക്ക് കളിക്കുന്ന സ്ഥലം. ഓക്കെ, കളിക്കുന്ന സ്ഥലം നമ്മൾ കാണിച്ചു തരാം. ശരി പറയൂ. ശരി 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 ശരി. ഓക്കെ ഷാനി ബായ്. ബായ്. നമ്മൾ കടൽ കാണാൻ പോവുകയാണ്. സ്നേഹതീരം. നമ്മള് ഇവിടെ സ്നേഹതീരം ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ്. സ്നേഹതീരം എടുത്താണ് കേട്ടോ വീട്. അപ്പൊ നമുക്ക് എന്തായാലും ബീച്ച് കാണാം. ആ ഇറങ്ങാം. അതെ, അടിപൊളി പ്ലേസ് അല്ലെ. അമ്മ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്? ഞാന് രണ്ടാമത്തെ തവണ. അങ്ങനെ അവിടുത്തെ വൈബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്. അന്ന് രാത്രി വന്ന് അന്ന് രാത്രി ആവശ്യം വന്ന് വീണു ഗൈസ്. മണല് കൊണ്ടുപോകാറുണ്ട്. അടിപൊളി സ്നേഹതീരം ബീച്ച്. സൂപ്പർ. എന്താണ്? ഓ സൺകിസ്ഡാ. സൺകിസ്ഡല്ല, സൺബേണ. ആ പാറ മുകളിലൊക്കെ പോയിരിക്കണം. എവിടെ പാറ? അവിടെ എന്താ അമ്മ AC റൂം അതൊക്കെ കാണിച്ചു. കണ്ടു കടൽ കണ്ടി. നല്ല വെയിലാണ്. ഒന്നാമത് ഇപ്പൊ സമയം 4 മണിയാണ്. ഒരു 5 മണിക്ക് ശേഷം വന്നതാണ് അടിപൊളിയാവുള്ളൂ. വാങ്ങിട്ട് പോവാ. പക്ഷെ ഇവിടെ കൊറേ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലേ. അതൊക്കെ ഒരു ആർട്ടാണ് അല്ലേ? കൊത്തുപണി ഒരു ആർട്ടായിട്ട് നമുക്കിത് പറയാം. അടിപൊളി. അടുത്ത ആർട്ട് അടിപൊളി. അതെ, രാത്രി വരാം. എന്താ വിഷു വാങ്ങുന്നു? എന്താ വേണ്ടേ? എന്താ ആ തട്ട് ഫുഡ് ഒക്കെ ഉണ്ട്. അതിൽ ചിക്കനും ബോട്ടി അല്ലേ ഇത്? ബോട്ടിയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റില്ല? വൈശുവിന്റെ അടുത്തുനിന്ന് കുടിക്കാം. വൈശുവിന്റെ ഫേവറേറ്റ് ആണ്. നമ്മളിവിടുന്ന് തിരിക്കാൻ പോവാണ്. ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ ശരത്തേട്ട ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ലാഗ് അടിപ്പിക്കണില്ല. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു. കുട്ടികളുടെ ഒക്കെ അപ്പം സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും